ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡനക്കേസിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. മാനഭംഗം, പ്രകൃതിവിരുദ്ധ പീഡനം ഉൾപ്പെടെ 5 വകുപ്പുകളാണ് ബിഷപ്പിനെതിരെ ചുമത്തിയിട്ടുള്ളത്. കർദിനാൾ മാർ ആലഞ്ചേരി ഉൾപ്പെടെ 83 സാക്ഷികളുടെ മൊഴികളും 10 പേരുടെ രഹസ്യമൊഴികളും അടങ്ങുന്നതാണ് കുറ്റപത്രം. 9 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് വൈക്കം ഡിവൈഎസ്പി കെ സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ബിഷപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾക്ക് രേഖകൾ ഉൾപ്പെടെ 5 വാല്യങ്ങളിലായി 2000 പേജ് അടങ്ങുന്നതാണ് കുറ്റപത്രം. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കേസിലെ ഏകപ്രതിയായ ഫ്രാങ്കോ മുളയ്ക്കലിന് മേൽ ചുമത്തിയിട്ടുള്ളത്. അധികാരം ദുരുപയോഗം ചെയ്തത്, ലൈംഗിക പീഡനത്തിന് പുറമെ ഭീഷണിപ്പെടുത്തൽ, അന്യായമായി തടഞ്ഞുവെക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ബിഷപ്പിന് എതിരെ ചുമത്തിയിട്ടുണ്ട്. കർദിനാൾ ആലഞ്ചേരിക്ക് പുറമെ 4 ബിഷപ്പുമാർ, 11 പുരോഹിതർ, 25 കന്യാസ്ത്രീകൾ, 7 മജിസ്ട്രേറ്റുമാർ ഉൾപ്പെടുന്നവരാണ് കേസിലെ പ്രധാന സാക്ഷികൾ. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, സന്ദർശക രജിസ്റ്റർ ഉൾപ്പെടെ 5 വസ്തുക്കളും കോടതിയിൽ തെളിവിനായി ഹാജരാക്കും. പരാതിക്കാരി ഉൾപ്പെടെയുള്ള 10 പേരുടെ രഹസ്യമൊഴികളും അന്വേഷണ സംഘം തെളിവായി സമർപ്പിക്കും. ബിഷപ്പിന്റെ അറസ്റ്റും അതിനുശേഷമുണ്ടായ സംഭവങ്ങളും അന്വേഷണത്തിൽ നിർണായകമായി. പരാതിക്കാരിയോടൊപ്പമുള്ള കന്യാസ്ത്രീകളുടെ സ്ഥലം മാറ്റ ഉത്തരവുകളും അവർക്കുണ്ടായ ദുരനുഭവങ്ങളും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. 2018 ജൂൺ 26-നാണ് കുറവിലങ്ങാട് നാടകുന്ന് മഠത്തിലെ കന്യാസ്ത്രീ ബിഷപ്പിനെതിരെ പരാതി നൽകിയത്. 2014 മുതൽ 2016 വരെ 13 തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. 4 മാസം നീണ്ട വിശദമായ അന്വേഷണത്തിന് ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തു. 25 ദിവസം ജയിലിൽ കിടന്ന ഫ്രാങ്കോ മുളയ്ക്കൽ നിലവിൽ ജാമ്യത്തിലിറങ്ങി ജലന്ധറിലാണ്. അതേസമയം ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ സമരം ചെയ്ത 4 കന്യാസ്ത്രീകളോടും കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് ഒഴിയാൻ നിർദ്ദേശം നൽകിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. സ്ഥലം മാറ്റ ഉത്തരവിൽ നിർദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് മാറണമെന്നാണ് ആവശ്യം. 3 കന്യാസ്ത്രീകളെ കേരളത്തിന് പുറത്തേക്കും ഒരാളെ കണ്ണൂരിലേക്കുമാണ് സ്ഥലം മാറ്റിയിരുന്നത്. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ കൊച്ചിയിൽ സത്യാഗ്രഹ സമരം നടത്തിയ സിസ്റ്റർ അനുപമ, സിസ്റ്റർ ജോസഫൈൻ, സിസ്റ്റർ ആൽഫി, സിസ്റ്റർ ആൻസിറ്റ എന്നിവരോടാണ് കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ടിരുന്നത്. സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമയോട് പഞ്ചാബിലെ ചാമിയാരി കോൺവെന്റിലേക്ക് പോകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ സിസ്റ്റർ അനുപമയെ ഇവിടേക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിലും ഈ ഉത്തരവ് അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ബിഷപ്പ് ഫ്രാങ്കോയും കന്യാസ്ത്രീകളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ സമയത്തായിരുന്നു പ്രതികാര നടപടിയെന്നോണം ഈ സ്ഥലമാറ്റമെന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു. സിസ്റ്റർ ജോസഫൈന് മുൻപ് പ്രവർത്തിച്ചിരുന്ന ജാർഖണ്ഡിലെ ലാത്തിൻ മാത്യ കോൺവെന്റിലേക്കും സിസ്റ്റർ ആൽഫിയയ്ക്ക് ബീഹാറിലെ പകർത്തലയിലേക്കും പോകാനാണ് നിർദ്ദേശം. സിസ്റ്റർ ആൻസിയെ കണ്ണൂരിലെ പരിയാര മഠത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതേസമയം സിസ്റ്റർ നീനു റോസിനോട് കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റെജിനയുടേതാണ് നിർദ്ദേശം. സ്ഥലമാറ്റം അംഗീകരിക്കാതെ കുറവിലങ്ങാട് തുടരുന്ന കന്യാസ്ത്രീകളുടെ നടപടി സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്നും കത്തിൽ പറയുന്നു. ബിഷപ്പിനെതിരെ സമരം ചെയ്ത നടപടി സഭയ്ക്കും സന്യാസ സമൂഹത്തിനും നാണക്കേടുണ്ടാക്കിയതായും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബിഷപ്പിനെതിരായ കേസിൽ മിഷണറീസ് ഓഫ് ജസ്റ്റിസ് നേതൃത്വം ഒരു തരത്തിലും ഇടപെടില്ലെന്നും സമരം ചെയ്ത കന്യാസ്ത്രീമാർക്ക് കേസിൽ തുടർന്നും സഹകരിക്കുന്നതിന് തടസ്സമില്ലെന്നും സഭാ നേതൃത്വത്തിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഇവർക്കൊപ്പം സമരം ചെയ്ത മറ്റൊരു കന്യാസ്ത്രീയായ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ FCC സന്യാസി സമൂഹം താക്കീത് ചെയ്തതും സുപ്പീരിയർ ജനറലിന് മുൻപിൽ ഹാജരായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.